ബംഗ്ലാദേശിലെ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. അതിർത്തികളിലും കനത്ത ജാഗ്രതയുണ്ട്. കൊല്ലപ്പെട്ട ബംഗ്ലാദേശ് ജൻസി നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മൃതദേഹം ഇന്നാണ് കബറടക്കുന്നത്. വിനീത ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് വിനീത. ശരിക്കും ഈ ബംഗ്ലാദേശ് നമ്മൾ കാരണം പിറവിയെടുത്ത ഒരു മണ്ണാണ്. നമ്മുടെ ലേശം അലോസരത്തിൽ കഴിയുമ്പോഴാണ് ഈ ജൻസി പ്രക്ഷോഭം അവിടെ അരങ്ങ് തകർക്കാൻ പോകുന്നത്. പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. തീർച്ചയായും എസ്കെൻ സൂചിപ്പിച്ചതുപോലെ അതിർത്തി മേഖലകളിലേക്ക് അടക്കം അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഓരോ നീക്കവും വളരെയധികം കരുതലോടെ നീങ്ങാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. ഈ അതിർത്തി മേഖലകളിലൊക്കെ സ്ഥിതിഗതികൾ വളരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ആ മേഖലകളിലൊക്കെ തന്നെ ജാഗ്രത ശക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കം വലിയ പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളും ഒക്കെയായ ആ പ്രതിഷേധക്കാരൊക്കെ ആ പ്രതിഷേധം പിന്നീട് അക്രമാസക്തമാകുകയും യുഎസ് ഭരണകൂടം അതിൽ ഇടപെടുകയും ആളുകൾ സംയമനം പാലിക്കണം, സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഈ അതിർത്തി മേഖലകളിലേക്കടക്കം വലിയ ജാഗ്രതാ നിർദ്ദേശവും ഒപ്പം തന്നെ അതീവ കരുതലും ഒക്കെ രാജ്യം നൽകിയിരിക്കുന്നത്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങുകയാണ്. ഈ മേഖലകളിൽ ഉണ്ടാവുന്ന എല്ലാ സ്ഥിതിഗതികളും വളരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുമുണ്ട്. ഒപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട ബംഗ്ലാദേശ് ജൻസി നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മൃതദേഹം ഇന്ന് ബംഗ്ലാദേശിലേക്ക് എത്തിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ബംഗ്ലാദേശിൽ വെച്ചാണ് നടക്കുക. ഒപ്പം ഈ അവരുടെ കുടുംബം ഈ ഹാദിയുടെ ബന്ധുക്കളുടെ അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ട് ദേശീയ കവി കാസി നസ്രുൽ ഇസ്ലാമിന്റെ ഖബറടക്കത്തിന് സമീപമാണ് സംസ്കരിക്കുന്നത്. ഈ മാസം 12-നാണ് ഈ വെടിയേറ്റ ഹാദി സിംഗപ്പൂരിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഇതിൽ വലിയ പ്രതിഷേധങ്ങളും പിന്നീട് ആ പ്രതിഷേധങ്ങൾ വലിയൊരു അക്രമങ്ങളിലേക്കൊക്കെ നീങ്ങുന്നതാണ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഭരണകൂടത്തിന് ഹാദിയെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നും ഒപ്പം തന്നെ ഈ മരണത്തിന് ഈ കൊലപാതകത്തിന് പിന്നിലുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ നൽകണമെന്നും ഒക്കെ ഈ പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ അവാമി ലീഗിന്റെ ഒപ്പം തന്നെ ഇന്ത്യൻ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷന്റെയും ഓഫീസൊക്കെ ഈ പ്രതിഷേധക്കാർ എത്തുകയും അവിടെയൊക്കെ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ഹാദിയുടെ മരണത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ നടന്ന പ്രതിഷേധങ്ങൾ അത് വളരെ രീതിയിൽ അക്രമാസക്തമായിരുന്നു. മതനിന്ദ ആരോപിച്ച് ഒരാളെ വധിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇന്ത്യയും എടുത്തിരിക്കുന്നത്. ഈ മേഖലകളിലേക്കടക്കം ഈ അതിർത്തി പ്രദേശങ്ങളിലേക്കടക്കം ഓരോ നീക്കവും വളരെ കരുതലോടുകൂടി തന്നെയാണ് ഇന്ത്യ ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാകുന്ന ഘട്ടത്തിൽ അത് തണുപ്പിക്കുന്നതിനും അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുമെന്നൊക്കെ യുഎസ് ഭരണകൂടവും ഇന്നലെ പ്രതിഷേധക്കാരോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ബംഗ്ലാദേശിൽ ഇത്തരത്തിലേക്കുള്ള വലിയ പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള അക്രമങ്ങളോ ഒന്നും നടത്തരുത്, ഈ കൊലയാളികളെ അതിന് പിന്നിലുള്ള ആളുകളെ കണ്ടെത്താമെന്നൊക്കെയാണ് യുഎസ് ഭരണകൂടവും പ്രതിഷേധക്കാരോട് അറിയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.